ഹലോ എവ്രിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഒന്ന് മുറ്റത്തൂടെ നോക്കിയതാണ് കേട്ടോ. 6:15 ആയിട്ടുണ്ട് ടൈം. അപ്പോഴാണ് ഞാൻ വേഗം തന്നെ, കുട്ടികളൊക്കെ എഴുന്നേറ്റ് പഠിക്കുന്നുണ്ട്. പിന്നെ 10 ഉറങ്ങാണ്, അവൾ എഴുന്നേറ്റിട്ടില്ല. പിന്നെ നീനും റിനി എഴുന്നേറ്റ് പഠിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ അടിച്ചു വാരി തുടച്ചിടാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുകയാണ്. അപ്പോൾ മൺഡേ ആകുമ്പോൾ നല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസം തന്നെയാണ്. അപ്പോൾ രാവിലെ തന്നെ എനർജിയോടെ തന്നെ വേഗം ചെയ്യുകയാണ്. കാരണം സൺഡേയിൽ ഞാൻ അധികം ജോലികളൊന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പൊക്കെ. അപ്പോൾ സൺഡേ എനിക്ക് പണികളില്ലെങ്കിൽ മൺഡേയിൽ നല്ല ജോലികളുണ്ടാവും. നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റലും ബെഡ്ഷീറ്റ് അലക്കാനിടലും ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളും ഫുഡ് ഉണ്ടാക്കലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു എന്താ പറയുക ഓർഡറിലായിട്ട് നടക്കുന്ന ഒരു ദിവസം തന്നെ ആയിരിക്കും കേട്ടോ മൺഡേ. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വേഗം ചെയ്യേണ്ടതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ക്ലീനിങ്ങിലേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ആക്കലും പിന്നെ ലഞ്ചാക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ മൺഡേയിൽ ഇങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അന്ന് ഞാൻ ലഞ്ചിന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണോ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് കേട്ടോ കൊടുത്തേക്ക്. അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ രാത്രി തന്നെ കറിയൊക്കെ ആക്കി വെക്കാൻ ശ്രദ്ധിക്കലുണ്ട്. അല്ലെങ്കിൽ കറിക്കൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കും. അങ്ങനെയൊക്കെ ആണ് കേട്ടോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. രാവിലെ 7:30 ആകുമ്പോഴേക്കും ഓരോരുത്തർ അങ്ങനെ പോകും കേട്ടോ കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെക്കും. അപ്പോൾ അന്നത്തെ ദിവസമാണ് നമ്മൾ അലക്കാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം അലക്കാനുള്ളതൊക്കെ എടുത്ത് മെഷീനിൽ കൊണ്ടുപോയിടും. എന്നാൽ പിന്നെ നമ്മളെ പണികളൊക്കെ തീരുമ്പോഴേക്കും അലക്കിയിട്ട് കഴിയുകയും ചെയ്യുമല്ലോ. എന്നാൽ പിന്നെ അത് ആറിടലും കഴിഞ്ഞാൽ അത് അതിൻ്റെ വഴിക്ക് അങ്ങനെ ഉണങ്ങിക്കോളും. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കലും കുട്ടികളെ പറഞ്ഞേക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മീൻ കിട്ടിയിരുന്നു കേട്ടോ. മത്തിയും മാന്തളും ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ പെട്ടെന്ന് തന്നെ നന്നാക്കി എടുക്കുകയും ചെയ്യാമല്ലോ. ഞാൻ ഈ മീനൊക്കെ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടണമെങ്കിൽ കുറച്ച് പണിയല്ലോ. അപ്പം മീനൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് ന്യൂസ് പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ നോട്ട് ബുക്കിൻ്റെ പേജ് കൊണ്ടോ ഏതെങ്കിലും ഒരു പേപ്പർ കൊണ്ട്, ടിഷ്യൂ പേപ്പർ ആയാലും കുഴപ്പമില്ല, അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടക്കും. അപ്പോൾ നല്ലോണം സ്മെല്ല് പോയി കിട്ടും. പിന്നെ ഒരു സ്മെല്ലേ ഉണ്ടാവില്ല കേട്ടോ. എത്ര സോപ്പിട്ട് കഴിക്കാലും മീനിൻ്റെ സ്മെല്ല് പോകില്ലല്ലോ. പിന്നെ ഞാൻ കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ട് അങ്ങനെ തേച്ചിട്ട് അതും കഴുകി കളയും. അങ്ങനെയും ചെയ്യാറുണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ മീനിൻ്റെ ആ റോ സ്മെല്ല് കളയുന്നത്. അപ്പോൾ ഞാൻ മീനൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട്. വേഗം തന്നെ കായ ഉപ്പേരിയാണ് കേട്ടോ ഒന്ന് വെക്കുന്നത്. പച്ചക്കായ ഇട്ടിരുന്നു, അപ്പോൾ അത് ഉപ്പേരി വെക്കുന്നുണ്ട്. മീൻ മുളകിട്ട കറിയും വെക്കുന്നുണ്ട്. മത്തി മുളകിട്ടാൽ നല്ല ടേസ്റ്റാണല്ലോ. കായ ഉപ്പേരിയും മീൻ മുളകിട്ട കറിയും മീൻ ഫ്രൈ ചെയ്തതുമാണെന്ന് ലഞ്ചിന് ഉണ്ടാക്കുന്നത്. നല്ല കോമ്പിനേഷൻ തന്നെയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പപ്പായ ഉപ്പേരി, കായ ഉപ്പേരി, മീൻ മുളകിട്ട കറി, ഇതൊക്കെ ഭയങ്കര കോമ്പിനേഷനായിട്ടുള്ള ഒരു കറികളാണ്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒന്ന് ലഞ്ചിനാക്കി എടുക്കുന്നത്. അപ്പോൾ ആ മീനൊക്കെ ഓരോ ബാച്ചുകളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല വലിയ മാന്തളല്ല, എന്നാൽ അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള നല്ല മാന്തളാണ്. ഇതിങ്ങനെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തലയും വാലും ഒന്നും ഉണ്ടാവില്ല നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. നമ്മളെ അകത്തുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുക്കിങ്ങിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും കേട്ടോ കിച്ചണിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് മൈൻഡിൽ വേറൊരു കാര്യങ്ങളുമില്ല. അപ്പോൾ പാചകം ചെയ്യുന്ന ആ ഒരു സംഭവത്തിനൊക്കെ നല്ലൊരു ടേസ്റ്റും വരാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഒരുപാട് ചിന്തകളൊക്കെ ഉണ്ടാകുന്ന സമയത്തായിരിക്കുമല്ലോ, അവിടെ പണിയുണ്ടല്ലോ ഇവിടെ പണിയുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മളെ കറികളിലൊക്കെ ഇടാൻ മറക്കുക. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് കുക്കിങ്ങിൽ തന്നെ ശ്രദ്ധിച്ച് നിൽക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കായുപ്പേരി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി മീൻ കറിയും കൂടി വെച്ചാൽ നമ്മളെ കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിയും. മീൻ കറിയൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കാണിക്കുന്നൊന്നുമില്ല. മീൻ മുളകിടുന്നതൊക്കെ സിമ്പിൾ റെസിപ്പി ആയിട്ട്
മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാനിതാ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് മേലേക്ക് പോയതാണ്. ഫ്രഷ് ആയതിന് ശേഷം ഒന്ന് നിസ്കരിക്കണം. പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ജോലികളുണ്ട്. പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കുക, കുറച്ച് സമയം കിടന്നുറങ്ങുക, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഒരു ദിവസത്തെ ഒരു ഇത്. പിന്നെ വെച്ചാൽ രാവിലെ തൊട്ട് ഉച്ച വരെ നമ്മൾ ഓരോ ജോലികളിൽ ഏർപ്പെട്ട് അതൊക്കെ ഒന്ന് വേഗം തീർത്താൽ പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആവാൻ പറ്റും. ഇത് രാവിലെ തന്നെ നമ്മൾ ഫോണും പിടിച്ചിരുന്ന് അല്ലെങ്കിൽ നമ്മൾ ജോലികളൊന്നും ചെയ്യാതെ അവിടെയും ഇവിടെയും ആയിട്ട് അങ്ങനെ ഇരുന്ന് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ജോലികൾ ചിലവർ അങ്ങനെ ആയിരിക്കും കേട്ടോ തുടങ്ങുക. അപ്പോൾ പിന്നെ നമുക്ക് വൈകുന്നേരം ആയാലും തീരില്ല, രാത്രി ആയാലും പണി തീരില്ല, നമുക്ക് റെസ്റ്റ് കിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മളെ ജോലികളൊക്കെ തീർത്തതിന് ശേഷം വിശ്രമിക്കുക. അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയവും കിട്ടും, ഒരുപാട് റെസ്റ്റും കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ആറിടാനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ രാവിലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അലക്കാനിട്ടിരുന്നു. എനിക്കിത് കൂടാതെ കല്ലിൽ അലക്കാനും ഉണ്ടാവാറുണ്ട്. നമുക്ക് കളറിളകുന്ന ഡ്രസ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ നൗഷാഖാൻ്റെ ഡ്രസ്സുകളൊന്നും ഞാൻ മെഷീനിലിടാറില്ല, അതൊക്കെ കല്ലിൽ തന്നെയാണ് അലക്കുക. ജീൻസും ഷർട്ടൊക്കെ പെട്ടെന്ന് തന്നെ കേട് വരുന്നത് പോലെ തോന്നും കേട്ടോ എനിക്ക് മെഷീനിലിടുമ്പോൾ. പിന്നെ അതൊക്കെ നമുക്ക് കയ്യിൽ അലക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതങ്ങനെയാണ് കേട്ടോ ചെയ്യുക. പിന്നെ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഞാൻ മെഷീനിൽ തന്നെയാണ് കേട്ടോ അധികം അലക്കുക. നമുക്ക് കുറേ അലക്കാനുള്ള ദിവസങ്ങളിൽ വേഗം തന്നെ അലക്കാനിടുക. എന്നാൽ പിന്നെ മറ്റ് ജോലികളൊക്കെ തീരുമ്പോഴേക്കും അലക്കലും അകലൊക്കെ കഴിയും. എന്നാൽ പിന്നെ അതും ഒതുങ്ങും, നമ്മളെ പണികളും വേഗം തീരും. അപ്പോൾ ഇത് നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അലക്കാനിടാമെന്ന് വിചാരിച്ചാൽ പിന്നെ ടൈം നമുക്കിങ്ങനെ മെഷീനാണെങ്കിലും നമ്മളെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നതൊക്കെ നമ്മൾ തന്നെ ചെയ്യും വേണ്ടേ. പിന്നെ അലക്കിയത് മടക്കി വെക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാണ്. കുറേ ഉണ്ടാവും കേട്ടോ ഇവിടെ അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അലക്കുക, മടക്കി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. കുട്ടിക്ക് സമയമുള്ള നേരത്താണെങ്കിൽ ഞാൻ അവരെയും കൂടി കൂട്ടാറുണ്ട് കേട്ടോ മടക്കി വെക്കാനൊക്കെ. മോള് ചെയ്യുകയൊക്കെ ചെയ്യും, മോന് അത്ര പെർഫെക്റ്റൊന്നും അല്ല കേട്ടോ ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ഞാൻ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഒന്നുമില്ല, നമ്മളെ കാര്യങ്ങളെല്ലാം അവരെ കൊണ്ടും ചെയ്യിപ്പിക്കണം. നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ, പാത്രങ്ങളൊക്കെ കഴുകാൻ നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ മക്കളെ ഏൽപ്പിച്ചിട്ട് ഒക്കെ വൃത്തി തന്നെ അവർ ചെയ്ത് വെക്കുകയും ചെയ്യും. നമ്മൾ വരുമ്പോഴേക്കും അതൊക്കെ ഞാൻ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. അത് മോനായാലും ശരി മോളായാലും ശരി അവർക്ക് തന്നെ വിട്ടു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ മക്കളൊക്കെ വന്നതിന് ശേഷം അവരുടെ പാത്രങ്ങളൊക്കെ അവർ കിച്ചണിൽ കൊണ്ടുപോയി വെക്കും. ചില സമയത്ത് അവർ തന്നെ കഴുകി വെക്കും. പക്ഷേ പത്തുവിൻ്റെ പാത്രം എന്തായാലും ഞാൻ തന്നെയാണ് കേട്ടോ കഴുകി വെക്കുക. എന്തായാലും ആ പാത്രങ്ങളൊക്കെ ഞാൻ കിച്ചണിൽ കൊണ്ടുവെപ്പിക്കും. എന്തായാലും അവർ കഴുകിയോ കഴുകിയില്ലേ എന്നല്ല, അത് അവരുടെ ബാഗിൽ നിന്ന് എടുത്തിട്ട് കിച്ചണിൽ കൊണ്ടുവെക്കുന്ന കാര്യം നമ്മൾ നിർബന്ധമാക്കേണ്ട കാര്യം തന്നെയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ബാഗ് പോയി നമ്മളതെടുത്ത് കൊണ്ടുവന്ന് കഴുകി വെച്ച് അതൊക്കെ അവർക്ക് പിന്നീട് അതൊരു ശീലമാവും. ആദ്യം നമ്മൾ കൊണ്ടുവെക്കുക, ശീലിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി വെപ്പിക്കുക. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആ പാത്രങ്ങളൊക്കെ കിച്ചണിൽ എത്തിച്ച് തരിക, അതാണ് കേട്ടോ ഇപ്പോഴത്തെ അവരുടെ ഡ്യൂട്ടി. കഴുകലൊക്കെ പിന്നെ ഞാൻ അങ്ങനെ കഴുകി വെക്കും. ഞാനിവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ കഴുകി വെക്കുകയും ചെയ്യും. അവരെ ലഞ്ച് ബോക്സൊക്കെ ക്ലീനാക്കിയിട്ട് അവർ കഴുകി വെക്കും. എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ചെയ്യൂല, അതൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുക, അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്കൂളൊക്കെ വിട്ട് ടയേർഡായി വരികയല്ലേ, അപ്പോൾ അത് കിച്ചണിൽ കൊണ്ടുവെക്കുന്ന കാര്യത്തിൽ ഞാനൊരു വിട്ടുവീഴ്ചയും ചെയ്യൂല. അതെന്തായാലും അവിടെ കൊണ്ടുവെക്കൽ 3 ആക്കും ഞാൻ നിർബന്ധമാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ മുറ്റത്ത് കൂടിയും നമ്മളെ തൊടിയിലൂടെയൊക്കെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ തൊടി കൂടെ ഒക്കെ നടക്കുമ്പോൾ ആകെ നനവും ചെളിയൊക്കെ ആകുമ്പോൾ ഭയങ്കര മടിയായിരിക്കുമല്ലോ. അപ്പോൾ മഴ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് സമയം ഇതിലൊക്കെ ഇങ്ങനെ നടന്ന് എന്തായാലും നമുക്ക് ഇങ്ങനെ നോക്കി നടക്കും. പിന്നെ രാത്രി ആയതിന് ശേഷം ഞങ്ങളിത് ഒന്ന് ജാം ജൂമിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഫത്തും ഉണ്ട് കേട്ടോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ എല്ലാ സാധനങ്ങളും എടുക്കാണ്ട്. അപ്പോൾ ഓരോ സെക്ഷനിലായിട്ട് ഉള്ള സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ എടുക്കുകയാണ്. കുട്ടികളാരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ സാധനങ്ങളൊക്കെ അങ്ങോട്ട് എടുക്കാനും ഇങ്ങോട്ട് എടുക്കാനൊക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.